Yes, how are you all? ഓണത്തിന്റെ തിരക്കിലാണോ എല്ലാരും? ഒരുപാട് പേരൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ ആയിട്ട് ഓണം സെലിബ്രേഷൻസ് ഒക്കെ ഇന്ന് കഴിഞ്ഞാണോ അല്ലേ? Busy with Onam. Okay, I appreciate all of you for joining between your celebrations. Okay. ഇതിന്റെ ഇടയിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിൽ ഐ എം ടു മച്ച് ഹാപ്പി ഫോർ ദാറ്റ്. Thank you, Shirley. Thank you. Sorry, I'm fine. Sorry, ഞാൻ അത് നോക്കി വായിച്ചപ്പോൾ താങ്ക് യു എന്നായിപ്പോ. ഐ എം ഫൈൻ എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. Yeah. So around 50 participants ആണെന്നുള്ളത്. We'll start, right? Shall we start? Okay. So give me an idea about how did your last week's activity go and how was it? Share your idea there. Was it difficult? Was it fine? And also 7 on 7 ആണോ 6 on 7 ആണോ നിങ്ങൾ എത്ര ആക്ടിവിറ്റീസ് ചെയ്തു എന്നുള്ള കൗണ്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടും കേട്ടോ. Okay, great. Immensely happy to see many 7, 6 ഒരു 6 എണ്ണം ഒരു വീക്കിൽ ചെയ്യുക എന്നുള്ളത് ഓക്കെയാണ്. ദാറ്റ് ഇസ് മിസ്സിംഗ് ഔട്ട് 1 is fine. But going below 4 is not appreciated, okay, and not encouraged. Okay? Yeah. ഇന്ത്യയിലൊക്കെ ബുദ്ധിമുട്ടുകൾ കാരണം ഈ വീക്കിൽ 3 ഉം 4 ഒക്കെ ചെയ്തവര് I hope you'll make it up next week. Okay. So today we are beginning with our week 4 review. നമ്മൾ around 30 days കഴിഞ്ഞു അല്ലെ? Around അല്ല, exact 30 days കഴിഞ്ഞു. We have completed our foundation. നമ്മൾ 1 to 30 days നമ്മൾ ഫസ്റ്റ് EEP ഓറിയന്റേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു 1 to 30 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ബിൽഡിംഗ് ടൈം ആണ്. ഓക്കെ, സോ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് 30 ഡേയ്സിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ 30 ഡേയ്സിൽ നമ്മൾ പഠിച്ച സ്കിൽസ് എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യും എന്നതും ഇനി വരുന്ന അഡ്വാൻസ്ഡ് ഫേസിലേക്ക് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഫേസ് ആണ് ഇനി വരാൻ പോകുന്നത്. ആ ഒരു ഫേസിലേക്ക് വേണ്ടി നമ്മൾ എങ്ങനെ റെഡി ആവും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കൺസോളിഡേറ്റിംഗ് സ്കിൽസ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ദ ട്രാൻസിഷൻ ടു അഡ്വാൻസ്ഡ് ഫേസസ്. ഓക്കെ ഓക്കെ, സോ ടുഡേ വിൽ ബി ലുക്കിംഗ് ഇൻ ടു കമ്പൈൻഡ് സ്കിൽസ്. നമ്മൾ റീഡിങ്, ലിസണിങ് ആൻഡ് വൊക്കാബുലറി നമ്മൾ ഇതുവരെ പഠിച്ചത് എല്ലാം കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഒരു ഡെയിലി ലൈഫിൽ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും നമ്മളുടെ ഇന്നത്തെ ഫോക്കസ്. ഓക്കെ, and also we'll be looking into how to complete your assessment. Okay, to just having a quick recap, നമ്മൾ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി റിവ്യൂ നോക്കുമ്പോൾ ഈ വീക്ക് അല്ല, നമ്മൾ ഓവറോൾ ഇതുവരെ പഠിച്ചതിൽ മെയിൻ ആയിട്ടുള്ള ഗ്രാമർ ആൻഡ് വൊക്കാബുലറി പോർഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് synonyms and antonyms. Daily we have word of the day and idiom of the day അല്ലെ? സോ നിങ്ങൾക്ക് ഇനി തൊട്ട്, ഇതിപ്പോ ഫൗണ്ടേഷൻ ഫീസ് ആയിരുന്നു, ഫൗണ്ടേഷൻ ഫീസിൽ നിങ്ങൾ ഒരു വേർഡും അതിന്റെ മീനിങ്ങും മാത്രം നോക്കും. ഡെവലപ്മെന്റ് ഫേസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്ന ലെസണിൽ വേർഡ് ഓഫ് ദി ഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ട്രൈ ടു ഗെറ്റ് ഇറ്റ്സ് സിനോണിം ആൻഡ് ഇഡിയം. എല്ലാ വേർഡിനും സിനോണിം ആൻഡ് ആന്റോണിം, എല്ലാ വേർഡ്സിനും ആന്റോണിം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇപ്പൊ ഡാൻസിങ് എന്നതിനൊരു ആന്റോണിം ഓപ്പോസിറ്റ് ഇല്ലല്ലോ. നമ്മൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി ഡാൻസിങ്, നോട്ട് ഡാൻസിങ് അങ്ങനെ പറയാം, പക്ഷെ ഒരു എക്സാക്ട് ഓപ്പോസിറ്റ് ഇല്ലല്ലോ. പക്ഷെ ഓപ്പോസിറ്റ് ഉള്ള വേർഡ്സിന് നിങ്ങൾ ആന്റോണിം കണ്ടുപിടിക്കുക. അധിക വാക്കുകൾക്കും സിനോണിം ഉണ്ടായിരിക്കും. ഓക്കെ, ബട്ട് ചില വാക്കുകൾ എക്സ്ക്ലൂസീവ് ആയിരിക്കും, ചില കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഒറ്റ വേർഡേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, സിനോണിംസും ആന്റോണിംസും അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മളുടെ സ്പീച്ചിനെ വളരെ ഫ്ലുവന്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഇസ് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ്. യൂസ് ഓഫ് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ഒരിക്കലും ഇംഗ്ലീഷിൽ ഒരു ബേസിക്സിൽ നിൽക്കുന്ന ഒരാളൊന്നും ഒരിക്കലും സ്പീച്ചിൽ ഇഡിയംസ് യൂസ് ചെയ്യില്ല. പക്ഷെ നിങ്ങളുടെ സ്പീച്ചിൽ ഇഡിയംസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ നിങ്ങളെ പെർസീവ് ചെയ്യുന്നത് ഓക്കെ അഡ്വാൻസ്ഡ് ലെവൽ ഇംഗ്ലീഷ് നോളജ് ഉള്ള ഒരാളായിട്ടാണ് നിങ്ങളെ പെർസീവ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇഡിയംസിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, I've just given so by today you've completed 30 vocabulary, അതായത് 30 new words നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 30 new idioms നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. And then coming to functional phrases. Functional phrases എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ടിപ്പ് ഓഫ് ദ ടങ് ഫിനോമിനൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് നമ്മൾ പറയാറില്ലേ നാവിന്റെ തുമ്പത്തുണ്ട് പക്ഷെ പറയാൻ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് ഇന്ന സാധനം എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ റോഡിൽ ഒരാളോട് എനിക്ക് ചേർച്ചിലേക്കുള്ള ഡയറക്ഷൻ കാണിച്ചു തരൂ എന്നിങ്ങനെ ഡെയിലി ലൈഫിൽ നമ്മൾ നേരിടാവുന്ന സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യേണ്ട ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് ഫ്രേസസ് അല്ലെങ്കിൽ സെന്റൻസുകൾ നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെക്കുക എന്നല്ല, എന്നാലും അത് നോക്കി വെക്കുക എന്നുള്ളത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യാറില്ലേ? വൈ? കാരണം ഓൾമോസ്റ്റ് ഒരു ഇന്റർവ്യൂ മോഡൽ എങ്ങനെയായിരിക്കും, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവും. സോ വി പ്രിപ്പയർ അക്കോർഡിംഗ്ലി, isn't it? ഓക്കെ, സോ നമുക്ക് ഇവിടെ കുറച്ച് റിവിഷൻ ചെയ്തു പോവാം. സോ ഫസ്റ്റ് നമുക്ക് സിനോണിം ആൻഡ് ആന്റോണിം തന്നെ റിവൈസ് ചെയ്യാം. സോ വാട്ട് ഐ വാണ്ട് ഇസ്, നിങ്ങൾ ഒരു വേർഡ്, ഞാൻ ഇവിടെ ഒരു മോഡൽ ഇടാം. ദാറ്റ് ഇസ് ഇവിടെ തന്നിരിക്കുന്ന വേർഡ് തന്നെ ഞാൻ ഇടാം. ഇപ്പോ ക്വിക്ക് എന്ന വേർഡ് എഴുതുക, ഹൈഫൺ ഇടുക, ദെൻ ഫാസ്റ്റ്, കോമ, സ്ലോ. യാ, ഞാനിപ്പോ ചാറ്റ് ബോക്സിൽ ഇട്ട ഫോമാറ്റിൽ ഒരു വേർഡ്, ആ വേർഡിന് ഹൈഫൺ ഇട്ടതിന് ശേഷം ഫസ്റ്റ് ആ വേർഡിന്റെ സിനോണിം, അതിനുശേഷം അതിന്റെ ആന്റോണിം. നിങ്ങൾ ആരും ഇപ്പൊ ഗൂഗിൾ ചെയ്യാനോ സെർച്ച് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. ഓക്കെ, പ്ലീസ്. നിങ്ങൾക്ക് അറിയുന്നത് മാത്രം. ഓക്കെ, ഈ 30 days ഒന്നില്ലെങ്കിൽ നിങ്ങൾ EEP ലേണിംഗ് പ്രോഗ്രാമിൽ പഠിച്ചതാവാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ അറിയുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അടുത്ത് പഠിച്ചതാവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമോൺ പുട്ട് ഇറ്റ് അപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്, സോ ദാറ്റ് അത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. എല്ലാ വേർഡ്സും എല്ലാവർക്കും അറിയില്ല, പക്ഷെ എല്ലാവർക്കും കുറച്ചൊക്കെ അറിയാം. സോ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും നോളജിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. വെരി ഗുഡ് ഷഹീമ. Happy, joyful, sad. Good. Mariam, shine, bright, and dim. Okay, very good. What about others? Little, few, and more. Okay, very good. ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ വേർഡ് അതിന്റെ സിനോണിം ആണ് സെക്കൻഡ് വേർഡ്, ആൻഡ് ദ ലാസ്റ്റ് വേർഡ് ഇസ് ഇറ്റ്സ് ആന്റോണിം. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലാണ് കേട്ടോ നമ്മൾ ഇത് ഇടുന്നത്. Slow and speed is okay, opposites ആണ്. Stubborn, but where is the word? Slow എന്നതിന്റെ ഒരു സിനോണിം കൂടി അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യൂ. മുസ്ന, hot, warm and cold. Good. Afzal, strong, powerful and weak. Good. Okay. Hot, warm, cold. Okay. Intelligent, bright, fool. Okay, good. Charm, beautiful, ugly. Okay. Extraordinary and simple. Okay. അപ്പോൾ ഒരു വേർഡ് മിസ്സിംഗ് ആണല്ലോ അവിടെ. ഓപ്പോസിറ്റ്സ് കിട്ടി, ബട്ട് സിനോണിം എവിടെ? calm, tranquility, windy. Okay, yeah. കാമിന്റെ ഒരു ഓപ്പോസിറ്റ് ആണോ വിൻഡി എന്ന് ചോദിച്ചാൽ ആക്ച്വലി നോ, ബട്ട് ടുഡേ ഇസ് എ വിൻഡി ഡേ എന്നും ടുഡേ ഇസ് എ കാം ഡേ എന്നും പറയാം. പക്ഷെ അത് ആക്ച്വലി അങ്ങനെ നമുക്ക് അങ്ങനെ എക്സാക്ട് ആന്റോണിം ആയിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. സ്പീക്കിംഗ് bright, luminous, dim. Okay, good. Small, tiny, big. Okay. Easy, easy, simple and difficult. Okay. Brief, short and long. Okay, very good, Sharmina. Okay, okay, okay. Now let's move into idiomatic expressions. നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് idiomatic expressions ഉള്ള സെന്റൻസുകൾ, അത് ഏത് ഇഡിയമും നിങ്ങൾ ഈ 30 days പഠിച്ച ഏത് ഇഡിയംസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇഡിയം മാത്രമായിട്ട് ആരും പോസ്റ്റ് ചെയ്യണ്ട. Okay, I want you to use these idioms in sentences. Okay. Hard, tough, easy. Tough in the spelling adalla to Farisha, TOUGH. Adana tough in the spelling. Okay. TUFF tettane. Angry, furious, calm. Okay. Is violence all right? No. Illa, nammal calm inde opposite aayittu angane violence parayillello. Calm, angry. ആങ്കറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും കാമിനെ ഉപയോഗിക്കുക കേട്ടോ. Okay, okay. Now you can all begin with sentences using idioms. I hate my friend Shimi because she always, okay, she spilled the beans. Okay, good. I only goes to cinema. നമ്മൾ ഗോന്റെ കൂടെ ഗോസ് യൂസ് ചെയ്യില്ല. I only go to cinema ആണ്. I and you always have പ്ലൂറലിന്റെ യൂസേജ് ആണ് ഐക്കും യുക്കും എപ്പോഴും ഉള്ളത്. അതൊന്ന് നോട്ടീസ് ചെയ്യണേ മിഥിലാജ്. I only go to cinema once in a blue moon. Okay. It's important to be on the same wavelength with your colleagues to work efficiently. Good, Amina. Barking dog seldom bite. Adile sentence ആയില്ലല്ലോ അത്. RK Baiju, അത് phrase മാത്രമേ ആയുള്ളൂ, sentence ആയിട്ടില്ല കേട്ടോ. She spoke that out of blue. Okay. Electronic work is a piece of cake. Electronic work എന്നല്ല നമ്മൾ പറയാം, electrical works എന്നാണ് കേട്ടോ പറയാ. Electrical work
is a piece of cake to my husband. To my husband alla, for my husband is a piece of cake for my husband. It's easy for her, it's easy for him, അങ്ങനല്ലേ പറയാ. So 4 ആണ്. The teacher learned to read the room. Okay. The teacher learned to read the room and adopt her teaching style. Okay. And adopt her teaching style. ആരുടെയാണ് അവിടെ അഡോപ്റ്റ് ചെയ്തത്? The teacher learned to read the room. Okay. And അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ് അഡോപ്റ്റ് ചെയ്യാന്ന് പറയാം. And changed her teaching style എന്നാണ് ഉദ്ദേശിച്ചത് ഷഹീമ? Yes, please do change. In some context, reading between the lines is not easy. Okay. Thank you. I've received enough sentences. Thank you so much. Next, functional phrases. Okay. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എന്താ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സെന്റൻസുകൾ ഇവിടെ ഇട്ടാൽ മതി. സിനാരിയോ അല്ലെങ്കിൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ. ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള സിമ്പിൾ സെന്റൻസുകൾ. For example, I would like to place an order for pizza. Can you please show me the direction to the school? I want to have a haircut. I want to have a haircut. I want to go for a picnic. Okay. Can I have a cup of tea? Okay. Can we get the menu? Okay, good. ഇവിടെ ആരോ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ചോദിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ ഖദീജ, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കില്ലേ? അതായത് ഇപ്പൊ നമ്മളൊരു റൂമിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കുറച്ച് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഒരു ഓക്വേർഡ് സൈലൻസിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് എന്ത് മനസ്സിലാവും? സർ ഇവിടെ എന്തോ, അല്ലെങ്കിൽ മിസ് ഇവിടെ എന്തോ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സംതിങ് ഇസ് റോങ് എന്നുള്ള ഒരു സാധനം നമുക്ക് മനസ്സിലാവില്ലേ? സോ പറയാതെ അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയും. ഓക്കെ, ഒരു ക്രിട്ടിക്കലി കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കും. ഓക്കെ. സ്വപ്ന സജുവിന്റെ സെന്റൻസ് എനിക്ക് മനസ്സിലായില്ല. ഹണി ബ്രേക്ക് ദ ഐസ് യു ക്യാൻ. No, I didn't understand. I want to go to the right. I would like to go for a movie. I had to meet my friend. Okay. Thank you so much for the sentences. Okay. So എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ചെറിയ കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. We'll resolve it along the way. Okay. പോകെ നമുക്ക് ശരിയാക്കാം. Okay, that is along the way we'll resolve it. Okay. Yes, enough with the sentences. Stop പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. Okay. Okay. So let me ask, and synonyms and antonyms, idiomatic expression, functional phrases. ഈ 3 കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. I'll hear it right now. ഷൈനി, idioms ഒന്നുകൂടെ എന്താണ് പറയേണ്ടത്? idioms ഒന്നുകൂടെ എല്ലാ idioms ആണോ, അല്ലെങ്കിൽ idioms എന്താണെന്നാണോ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കുറച്ച് ക്ലാരിറ്റിയിൽ ചോദിക്കണേ. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സാക്ട് നമ്മൾ കറക്റ്റ് ഉത്തരം എന്താണ്, അല്ലെങ്കിൽ കൃത്യമായ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായ ഉത്തരം പറയുക, കൃത്യമായതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ആ ഒരു എക്സാക്ട്നെസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന ആ ഒരു ഇഡിയം യൂസ് ചെയ്യുന്നത്. റൈറ്റ് ആന്റോണിം ഫോർ ദ വേർഡ് കാം. കാമിന് നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നല്ലോ, ട്രാങ്ക്യുലിറ്റി. ഓക്കെ. പിന്നെ നമ്മളിപ്പോ ഹാപ്പിനെസിന്റെ തന്നെ സിനോണിം ആയിട്ട് ജോയ്, എക്സൈറ്റഡ് എന്നിങ്ങനെയുള്ളതിനൊക്കെ പറയുന്നില്ലേ? പക്ഷെ എന്നിരുന്നാലും ഇതിലൊക്കെ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോ ഹാപ്പിനെസിനേക്കാൾ കുറച്ചും കൂടെ അതിയായ സന്തോഷത്തിനെയാണ് നമ്മൾ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് സിനോണിംസിൽ ഇൻക്ലൂഡഡും ആണ്. അപ്പൊ നമ്മൾ സിനോണിംസ് എന്ന് പറയുന്ന വാക്കുകൾ പലപ്പോഴും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാം, പക്ഷെ എല്ലായ്പ്പോഴും അത് പറ്റില്ല. ഓക്കെ, അതൊന്നും നിങ്ങൾ നോട്ടീസ് ചെയ്യണം. കാമിന് നമുക്ക് എന്താണ് സെറീൻ, പീസ്ഫുൾ, ട്രാങ്ക്വിലിറ്റി എന്നിങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ ബിൻസി, യു വിൽ ഗെറ്റ് ഓൾ ദ പ്രീവിയസ് ക്ലാസ്സസ് ആൻഡ് ഓൾ ദ പ്രീവിയസ് ടാസ്ക് ഇൻ യുവർ learning app. Okay. How can we use idiomatic expression in a conversation? Aishwarya, adana nammalippo ivide example sentence ivarekke paranjathu. I don't like my friend because she always spill the bean. Spill the bean എന്ന് പറഞ്ഞാൽ സർപ്രൈസുകൾ പൊളിക്കുക, അതായത് രഹസ്യങ്ങൾ പൊളിക്കുന്നതിനെയാണ് നമ്മൾ spill the bean എന്ന് പറയുന്നത്. അതുപോലെ I go to movie once in a blue moon.
അതായത് വല്ലപ്പോഴും ബ്ലൂ മൂൺ എന്നൊരു ഫിനോമിനൻ എത്രയോ വർഷങ്ങളിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ അതുപോലെ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ എപ്പോഴെങ്കിലൊക്കെയാണ് ഒരു സിനിമയ്ക്ക് പോകുന്നത്. ഓക്കെ, ഈ മോളിൽ നമ്മുടെ സ്റ്റുഡൻസ് ഇട്ട് എക്സാമ്പിൾ സെന്റൻസുകൾ നോക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ ഐശ്വര്യ. ഓക്കെ, സോ ലെറ്റ് മീ ആസ്ക് യു, നിങ്ങൾ എല്ലാവരും ഡെയിലി വേർഡ് ഓഫ് ദ ഡേ ആൻഡ് ഡെയിലി ഇഡിയം ഓഫ് ദ ഡേ യൂസ് ചെയ്തുകൊണ്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? അത് വെറുതെ വായിച്ചു പോവാണോ ചെയ്യുന്നത്? ഞാൻ എക്സാമ്പിൾ സെന്റൻസ് എന്റെ ഓഡിയോയിൽ പറയാത്തത് നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് പീസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും അത് വെറുതെ വായിച്ചു പോവലാണോ? നിങ്ങൾ അത് വെച്ച് സെന്റൻസ് ഉണ്ടാക്കാറില്ലേ? ഞാൻ ഫസ്റ്റത്തെ 2-3 ഓഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡേ 1 to 5. പിന്നെ ഡെയിലി നിങ്ങൾ എന്റെ ഓഡിയോ തന്നെ കേൾക്കുന്നത് കൊണ്ട് ഡെയിലി ഒരു എന്താ റെപ്പിറ്റേഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാൻ പറയുന്നത്. നോ മാം, ട്രൈങ് ടു യൂസ് ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ഓക്കെ, ഗുഡ്. സെന്റൻസ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ലിസണർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വെൻ വി യൂസ് ഇഡിയംസ്. യെസ് ഷിജു, നമ്മള് അതൊരു ഷിജു പറഞ്ഞ നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. ഇപ്പൊ ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവന്റ് അല്ലാത്തവർ, വളരെ ഒരു ബേസിക് ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളൊരു ഇഡിയം യൂസ് ചെയ്താൽ അയാൾക്ക് അത് മനസ്സിലാവില്ല. ഐ ഗോ ടു മൂവി വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ എന്തൊക്കെയായി പറയുന്നത്? നീല ചന്ദ്രനുള്ളപ്പോ പോകുന്നു. ശരിക്കും അതിന്റെ ലിറ്ററൽ മീനിങ് എടുക്കാൻ നോക്കും. പക്ഷെ നമ്മളൊരു നേറ്റീവ് സ്പീക്കറിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അതല്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് എല്ലാവരും ഇംഗ്ലീഷിൽ ബെറ്റർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു സെറ്റപ്പിനേക്കാൾ ഇന്ന് സ്കൂൾസിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ഇൻ ടുഡേ വേൾഡ്, നോയിങ് ഇംഗ്ലീഷ്, വെറുതെ ഇംഗ്ലീഷ് അറിയാം എന്നതിനേക്കാൾ അത് വേണ്ടടുത്ത് യൂസ് ചെയ്യും. ഇപ്പൊ പലർക്കും ഇവിടെ ഇംഗ്ലീഷിന്റെ ഇൻപുട്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പലർക്കും അറിയുന്നുണ്ടാവും. അത് നിങ്ങളുടെ അസസ്മെന്റ്സിന്റെ സ്കോർ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവാറുണ്ട്. പക്ഷെ എന്താണ്, അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് പ്രാക്ടിക്കലി യൂസ് ചെയ്യാനുള്ള സ്കിൽസ് പലർക്കും ഇല്ല. അതാണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, മിഥിലാജ് വെരി ഗുഡ്. സംസാരിക്കുമ്പോൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം. ഗുഡ് മാം, ഐ വാസ് ഇൻ ദുബായ് for a month, so I just missed some classes during that time. Okay, all the missed classes, all the missed out tasks is available in your learning app, so please do follow. Okay, when I am making sentence but grammar mistake is there, then how can we solve this? അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത്, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് സംസാരിക്കുക. അതല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി വിളിച്ച് സംസാരിക്കുക. ഇപ്പൊ നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ട് ഫ്ലുവന്റ് ആയിട്ടുള്ള, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെക്കാൾ താഴ്ന്ന അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരു പടി താഴെ നിൽക്കുന്നവരെ സംസാരിക്കാതെ നിൽക്കാതിരിക്കുക. കാരണം രണ്ടുപേർക്കും ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. നിങ്ങളെക്കാൾ ഒരു പടി മേളിൽ നിൽക്കുന്ന, നിങ്ങളെക്കാൾ ഇംപ്രൂവ്ഡ് ഇംഗ്ലീഷ് ഉള്ള ഒരാളുമായി സംസാരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ആ കോള് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും എവിടെയാണ് തെറ്റ് വരുന്നത്, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് സെന്റൻസിലാണ് നമുക്ക് മിസ്റ്റേക്സ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം വാട്സപ്പിൽ തന്നെ വെറുതെ വോയിസുകൾ ഇട്ട് അത് തന്നെ കേൾക്കുക. നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ട്രീ, മൈ മദർ എന്നിങ്ങനെ സിമ്പിൾ ടോപ്പിക്സ് ചൂസ് ചെയ്തിട്ട് അതിൽ 1 or 2 minutes സംസാരിക്കുക. നിങ്ങൾ ആ സെന്റൻസുകളിനെ അനലൈസ് ചെയ്യുക. എന്താണ് തെറ്റ്, എന്തിലാണ് ഞാൻ വീക്ക് ആവുന്നത്, വാട്ട് കൈൻഡ് ഓഫ് സെന്റൻസ് ആണ് എനിക്ക് പറ്റാത്തത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ടിപ്പ്. ഓക്കെ, നെക്സ്റ്റ്, റീഡിംഗ് ആൻഡ് ലിസണിങ് സ്കിൽസ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഷിജു ജോസഫ് ഇവിടെ എന്തോ പിക്ചർ ഇട്ടിട്ടുണ്ട്. പ്ലീസ് റെലവെന്റ് അല്ലാത്ത ഒന്നും ഇവിടെ ഇടരുത് കേട്ടോ, പ്ലീസ്. ഓക്കെ ഷിജു, പ്ലീസ് ടേക്ക് കെയർ. ഇവിടെ റെലവെന്റ് അല്ലാത്ത ഒന്നും ഇവിടെ പോസ്റ്റ് ചെയ്യരുത് കേട്ടോ. ദിസ് ഇസ് എ വീഡിയോ. ഇത് വീഡിയോ ആണോ? അല്ലല്ലോ. ദിസ് ഇസ് വാട്ട് ഐ സെഡ്. എന്ത് പറഞ്ഞത് ലിസണർക്ക് മനസ്സിലായില്ലെങ്കിലോ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഷിജു, എന്താ ഉദ്ദേശിച്ചെന്ന്. ഐ റോട്ട് 2 assessment when realized I'm a big തോൽവി. നോ, അങ്ങനെ ഭയങ്കരമായിട്ട് സെൽഫ് ഡിപ്രിഷിയേറ്റ് ചെയ്യല്ലേ. ഇല്ല, അതിൽ നിന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കാം. ഓക്കെ, നോ വെറീസ്. ഇവിടെ നമ്മുടെ ലാസ്റ്റ് സെഷനിൽ ഉണ്ടായ കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം. നമ്മൾ ഫസ്റ്റ് ലാസ്റ്റ്, പക്ഷെ ഒരു സംഗതി എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ ഒരു വീക്ക്ലി 1 ലൈവ് സെഷനെ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങളുടെ ഡെയിലി ടാസ്കുകളാണ് ഈ ലൈവ് സെഷനേക്കാൾ ഇമ്പോർട്ടൻറ്റ്.
ആ ഡെയിലി ടാസ്കുകൾ ഫുള്ള് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട്സ് വരുള്ളൂ. എനിക്കിവിടെ ഫ്രീക്വന്റ് ആയി ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. അവരധികം എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത ആൾക്കാരായിരിക്കും. ഡൗട്ട് ചോദിക്കാതെ ക്വയറ്റ് ആയി നിൽക്കുന്ന ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ല, ബിക്കോസ് അവർ ഡെയിലി ടാസ്കുകൾ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. ഐ മീൻ ചിലർക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ല, അത് ക്ലിയർ ആയിരിക്കും. നമ്മൾ ലെസന്റെ കൂടെ വോയിസ് ഉണ്ട്, സോ അതിൽ തന്നെ ക്ലിയർ ഉണ്ടാവും. അങ്ങനത്തെ ഉണ്ടായിരിക്കാം. ഓക്കെ ഓക്കെ സോ ഹിയർ എഫക്ട്സ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ഒരു 2 പാരഗ്രാഫ്, ഒരു ചെറിയ ഒരു വലിയ ആർട്ടിക്കിളിന്റെ ഒരു ചെറിയ പീസ് ഞാൻ ഇങ്ങോട്ട് എഴുതിയതാണ്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഇത് വായിക്കും. ഞാനിത് വായിക്കുന്നതിന്റെ കൂടെ എന്റെ വോയിസ് നിങ്ങൾ ലിസൺ ചെയ്യുകയും വേണം. ഞാൻ വായിക്കുന്നതിന്റെ ഒപ്പം നിങ്ങളും പയ്യെ വായിക്കും. ഓക്കെ സോ 2 സംഭവങ്ങൾ നമ്മളോട് വർക്ക്ഔട്ട് ചെയ്യാണ്. യു ആർ ലിസ്ണിംഗ് ടു മീ ആസ് വെൽ. സിമ്പിൾ ആണ്, കാരണം ഞാൻ വായിക്കുന്ന അതേ സംഗതി തന്നെ ഞാൻ വായിക്കുന്നതിന്റെ കൂടെ നിങ്ങൾ വായിക്കാൻ. ഓക്കെ കുഞ്ഞ് നമ്മൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കാറില്ലേ, സെയിം തിങ്. ഓക്കെ സോ ഷാൽ ഐ സ്റ്റാർട്ട്? Can I? Yes. എന്ത് പറ്റി? ആർക്കും ഒരു ഉഷാറില്ലല്ലോ. വാട്ട് ഹാപ്പൻ? യെസ് ഓർ നോ ചോദിക്കുമ്പോൾ ഒരു തംസ് അപ്പ് എങ്കിലും തരും. ഓക്കെ 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 താങ്ക് യു സോ മച്ച്. ഓക്കെ കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറെ റെസ്പോൺസ് ഇല്ലാണ്ടാവുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിച്ചാ, കെൻ യു ഓൾ ബി വെരി ഓണസ്റ്റ്, എന്റെ ക്ലാസ് ബോറിംഗ് ആണോ? ഒരു 1 to 10 അല്ലെങ്കിൽ ഒരു എത്ര പെർസെന്റേജ് ക്ലാസ് ബോറിംഗ് ആണെന്ന് പറഞ്ഞാൽ മതി. ഒരു 1 to 100% ബോറിംഗ്, 100% ബോറിംഗ് ആണോ, 90% ബോറിംഗ് ആണോ? ഇറ്റ്സ് ഓക്കെ, ഐ വിൽ ഇംപ്രൂവ് മൈ സെൽഫ് ദെൻ. എന്റെ ക്ലാസ് ബോറിംഗ് ആണെന്ന് തോന്നിയ ഒരാൾ പോലും ഇവിടെ ഇല്ലേ? ഓക്കെ ആൻഡ് ഓക്കെ ഇപ്പൊ ബോറിംഗ് അല്ലെങ്കിലും ത്രൂ ദ ജേർണി എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലുമൊക്കെ ക്ലിയർ ആവാണ്ട് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളത് വല്ലാതെ ബോർ അടിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഓക്കെ ഓക്കെ 1% ബോറിംഗ്, 99% ഇൻട്രസ്റ്റിംഗ്. ഓക്കെ താങ്ക് യു. ആ 1% നമുക്ക് ശരിയാക്കി എടുക്കാൻ നോക്കാം. ഓക്കെ സോ ടാസ്ക് മനസ്സിലായില്ലേ? ഞാൻ കുറച്ച് നീങ്ങിയിരിക്കാം, ടെക്സ്റ്റ് കുറച്ച് കവേർഡ്. ഓക്കെ ഞാൻ വായിക്കും, വായിക്കുന്നതിന്റെ കൂടെ നിങ്ങളും വായിക്കുക. ഓക്കെ യാ The effects of stress. There is a famous expression in English, stop the world, I want to get off. This expression refers to a feeling of panic or stress that makes a person want to stop whatever they are doing, trying to relax and become calm again. Stress means pressure or tension. It is one of the most common causes of health problems in modern life. Too much stress results in physical, emotional, and mental health problems. Stress can affect the heart. It can increase the pulse rate, make the heart miss beats, and can cause high blood pressure. Stress can affect the respiratory system. It can lead to asthma. Stress can affect the stomach. It can cause stomach aches and problems digesting food. These are only a few examples of the wide range of illnesses and symptoms resulting from stress. Okay? Simple ആണ്, വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയ വേർഡ്സും സെന്റൻസുകളും ഇതിലില്ല. ഓക്കെ കുഡ് യു ഓൾ ഫോളോ ദിസ്? എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയോ? അതോ എന്റെ റീഡിംഗ് പേസ് കൂടുതലായിരുന്നോ? വാസ് ഇറ്റ് ഫൈൻ? ഓക്കെ ആയവര് സംഗതി ഇപ്പോഴത്തെ ഒരു ഒറ്റ 1 ടൈം റീഡിംഗിൽ തന്നെ കോംപ്രിഹെൻഡ് ചെയ്തവർ ഒരു തംസ് അപ്പ് തായോ. If you want me to read again, please do let me know. ഒന്നുകൂടെ വായിക്കണം എന്നുള്ളവര് പ്ലീസ് റീഡ് അഗെയിൻ നോ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ തായോ? Okay, I've got, okay, there is a single person who told to read again. Anyone else? Okay. Okay. അപ്പൊ ഒന്നും കൂടെ വായിക്കാം. Okay, let's consider everyone. അല്ലേ? There is a famous expression in English, stop the world, I want to get off. This expression refers to a feeling of panic or stress that makes a person want to stop whatever they are doing, try to relax, become calm again. Stress means pressure or tension. It is one of the most common causes of health problems in modern life. Too much stress results in physical, emotional, and mental health problems. Stress can affect the heart. It can increase the pulse rate, make the heart miss beats, and can cause high blood pressure. Stress can affect the respiratory system. It can lead to asthma. Stress can affect the stomach. It can cause stomach aches and problems digesting food.
These are only a few examples of the wide range of illnesses and symptoms resulting from stress. Okay? ഇനിയാണ് നിങ്ങളുടെ ടാസ്ക് വരുന്നത്. നിങ്ങളിപ്പോ വായിച്ചതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നൊരാൾ എനിക്കിവിടെ ഓഡിയോ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു തരണം. സെയിം സെന്റൻസുകൾ വേണം എന്നില്ല, കംപ്ലീറ്റ് എല്ലാ പോയിന്റ്സും വേണം എന്നില്ല. ടെൽ വാട്ട് എവർ യു ക്യാൻ റീകളക്ട്. റെഡി ആയിട്ട് ഉള്ള ഒരാള് വോളണ്ടിയർലി വരുമോ? Can someone come up voluntarily? തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. പെർഫെക്റ്റ് ആവണം എന്നില്ല, യു ക്യാൻ ഗിവ് എ ട്രൈ. ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും വന്നോളൂ കേട്ടോ, നോ പ്രോബ്ലം. ഇനി കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഹാഫ് ഇംഗ്ലീഷ് ഹാഫ് മലയാളം അങ്ങനെ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിലും വന്നോളൂ. അതാണ്, ഇഫ് യു ക്യാൻ ടെൽ കംപ്ലീറ്റ്ലി ഇൻ ഇംഗ്ലീഷ്, വെൽ ആൻഡ് ഗുഡ്. ഇഫ് നോട്ട്, നിങ്ങൾക്കൊരു മിക്സ്ഡ് ഇംഗ്ലീഷ് മലയാളം ഒരു മിക്സ്ഡ് ആയിട്ട് പറയാം. അതായത് നമ്മൾ മംഗ്ലീഷ് എന്ന് പറയില്ലേ, അങ്ങനെയും പറയാം. യെസ്, കം അപ്പ്. ഇത്രയും ടൈം വേണോ? ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നവരൊക്കെ വന്നോളൂ. ഞാൻ അത്ര പ്രശ്നക്കാരിയൊന്നും അല്ല, തെറ്റിയാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ആരും നിങ്ങളെ കളിയാക്കിയില്ല. Can you just show it one more? No, അവിടെയാണ് ടാസ്ക് കിടക്കുന്നത്. ഞാൻ ട്വൈസ് വായിച്ചു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാണ്ടത്. ഇങ്ങനെ ഒരു ടാസ്ക് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേൾക്കും. മിഥിലാജ്, ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. യെസ്, ആഫിയാണ് ഫസ്റ്റ് ഐ ചോദിച്ചത്. സോ ഐ അൺമ്യൂട്ട് ആഫിയ. ഇവിടുന്ന് ആഫിയ, can you try unmuting? Okay. Yeah. Complete English lo വേണോ? Half. അതാണ്, if you can, അത് ട്രൈ ചെയ്താൽ മതി. അത് പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. ഗിവ് എ ട്രൈ ഇൻ കംപ്ലീറ്റ് ഇംഗ്ലീഷ്. ഇടയിൽ വെച്ച് പറ്റുന്നില്ലെങ്കിൽ വിൽ ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു മലയാളം. നോ വറീസ്, നോ പ്രോബ്ലം. താങ്ക് യു. നമ്മൾ എല്ലാവരും ഇവിടെ പുതിയ ആൾക്കാരായതുകൊണ്ട് ആഫിയ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ഐ ആം ആഫിയ അർഷാദ്. ഏത് കോഴ്സാണ് ചെയ്യുന്നത് ആൻഡ് ഫ്രം വിച്ച് പാർട്ട് ആർ യു? ബി ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ. ഓക്കെ, നാട്ടിലെവിടെയാണ്? ചങ്ങരംകുളം, മലപ്പുറം ഡിസ്ട്രിക്ട്. തൃശ്ശൂർ മലപ്പുറം ബോർഡർ ആണ് അല്ലേ? Yes, right. Yes, you can start. Okay. The paragraph is about stress, the effects of stress, and also the paragraph is telling about the stress which affects each and every organs, how it affects the organs. I think there are so many organs having this in that paragraph, which affect the stomach and heart, and I think 2 more organs are there. And also the paragraph is telling about water, respiratory system parnu nammal. Oh, yes. How it affects lungs, stomach, it having problems in digesting the food. Okay. And I think I'm sorry, I'm a little bit scared also. No, it's fine. Totally fine. Thank you, Afia. Or outline thanu. Okay, thank you so much. You're welcome. Next, Afia ke shesham. Fahad, can you add on to what Afia has said? I'll unmute you. Can you please? Hey, oh, sorry. Onnu kuda unmute cheyidolu. Yes. Hi. Hi, good evening, Fahad. Introduce previous student has covered almost everything. I have nothing to add. It's okay. You can try in like your own words. She said in her style. Now you can try in your style. And the paragraph was about Please stress. give me an introduction. Hi everyone. My name is Fahad bin Abdullah. I am from Lakshadweep. I am doing BCom in this academy. Okay. Let's speak about that paragraph. That paragraph says about stress. Stress affects a lot of our body organs, heart, lungs, and so many. So we must avoid stress. That's all. Okay. Thank you, Fahad. Oh, I'll go back to that. Okay. ഇനി ഇത് ഞാൻ ആദ്യമേ പറയുന്നത് നിങ്ങൾ എത്ര പേര് ആക്റ്റീവായി ലിസൺ ചെയ്യും, എത്ര ആക്റ്റീവായി ലിസൺ ചെയ്യും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ആദ്യമേ ഇങ്ങനെ ഒരു ടാസ്കിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു നിങ്ങൾ എല്ലാവരും വളരെ
ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യും. ഒരുപാട് പേര് നോട്ട് ഡൗൺ ചെയ്തിരിക്കുകയും ചെയ്യും. സോ ഒരു ചെറിയ ടെസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇനി മുതൽ ഇവിടെ വായിക്കുന്നതും പറയുന്നതും ഒക്കെ വളരെ കൃത്യമായി കേട്ടോ. ഇടയിൽ എപ്പോഴാണ് ഇങ്ങനെ സർപ്രൈസ് ടെസ്റ്റ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ജസ്റ്റ് ഇങ്ങനെ ഒരു നമുക്ക് കേട്ടതിനെ സമ്മറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വായിച്ചതിനെ സമ്മറൈസ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഫസ്റ്റ് രണ്ടുപേരായാലും ആഫിയ ആയാലും ഫഹദും ഡിഡ് ദ റൈറ്റ് തിങ്, സ്റ്റാർട്ടഡ് വിത്ത് ദ ടോപ്പിക്. രണ്ടുപേരും സ്റ്റാർട്ടിങ്ങിൽ എന്താ പറഞ്ഞത്? ദ പാരഗ്രാഫ് ഇസ് അബൌട്ട് ദി എഫക്ട്സ് ഓഫ് സ്ട്രെസ്. ഓക്കെ, രണ്ടുപേരും അത് ഫോളോ ചെയ്തു. ഗുഡ്. നെക്സ്റ്റ്, എപ്പോഴും ഇങ്ങനെ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്പീച്ച് എന്തെങ്കിലും ഇതുപോലെ എക്സ്പ്രഷൻസ് വെച്ചിട്ടോ തോട്ട് എന്തെങ്കിലും ഒരു കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ മെൻഷനിങ് ദ കോട്ട്. ഇതിപ്പോ ഇങ്ങനെ ഒരു കോട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്നത് റീകളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈസിയാണ്. സ്റ്റോപ്പ് ദ വേൾഡ്, ഐ വോണ്ട് ടു ഗെറ്റ് ഓഫ്. അതായത് ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഇംഗ്ലീഷുകാർ പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണത്. സ്റ്റോപ്പ് ദ വേൾഡ്, ഐ വോണ്ട് ടു ഗെറ്റ് ഓഫ്. അതായത് ഈ ലോകത്ത് നിന്ന് എനിക്ക് ഇറങ്ങിപ്പോണം എന്നുള്ളൊരു സാധനമാണ്. അതായത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും നിർത്തി വെച്ച് നമുക്ക് വേറൊരു ലോകത്തേക്ക് ഇറങ്ങിപ്പോണം എന്നുള്ളത്, ഒരു കാം സ്പേസിലേക്ക് പോകണം എന്നുള്ളൊരു മീനിങ് വരുന്ന യൂസേജ് ആണ് കേട്ടോ അത്. സോ നെക്സ്റ്റ് ടൈം ഇത്തരത്തിൽ എന്തെങ്കിലും കോട്ട്സോ എക്സ്പ്രഷൻസോ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ ബോത്ത് ഓഫ് യു കവേർഡ്. ഐ വാസ് സ്ട്രക്ക് ട്രൈങ് ടു റിമെമ്പർ ദിസ് കാർഡ്. കാരണം നിങ്ങൾ അധിക പേര് ഇത് ആദ്യമായിട്ട് കേട്ടവരാണ് എന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് കേൾക്കുന്ന സാധനങ്ങൾ റീകളക്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. ബാക്കി നിങ്ങൾ ഓർഗൻസിനെ കുറിച്ച് പറഞ്ഞു. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, ബാക്കി എല്ലാം കറക്റ്റ് ആയിരുന്നു, നോ പ്രോബ്ലം. ഓക്കെ, ഇവിടെ ഇപ്പൊ ഫഹദ് പറഞ്ഞതിലായാലും ആഫിയ പറഞ്ഞതിലായാലും എനിക്ക് പ്രത്യേകിച്ച് ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും തോന്നിയില്ല. ഇറ്റ് വാസ് ജസ്റ്റ് യുവർ ഫിയർ ഹോൾഡിംഗ് യു ബാക്ക്. ഓക്കെ, മറ്റൊരു സേയിങ് ഉണ്ട്, കിൽ ദ ഫിയർ ബിഫോർ ഫിയർ കിൽസ് യു. നിങ്ങൾക്ക് ഒരുപാട് ടാലന്റ് ഉണ്ടാവാം, ഒരുപാട് അറിവുണ്ടാവാം, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവാം, ബട്ട് ഇഫ് യു ഹാവ് ദ ഫിയർ ഓഫ് പുട്ടിങ് ഇറ്റ് ഔട്ട്, കാര്യമില്ല. എല്ലാം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നോ, റൈറ്റ്? യാ, സോ കിൽ ദ ഫിയർ ബിഫോർ ഫിയർ കിൽസ് യു. പേടി നിങ്ങളെ കൊല്ലുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ പേടിയെ കൊല്ലണം. ഓക്കെ, യാ. സോ ഇനി ബോത്ത് ലിസണിങ് ആൻഡ് റീഡിങ് സ്കിൽസ്, ഇത് രണ്ടും, അതായത് ഇത് വളരെ ബേസിക്. നമ്മുടെ ഇംഗ്ലീഷ് സ്പീച്ച് ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം വായിക്കുകയും കേൾക്കുകയും വേണം. ഓൺലി എ ഗുഡ് ലിസണർ ക്യാൻ ബി എ ഗുഡ് സ്പീക്കർ. ഓക്കെ, സോ ഈ രണ്ട് സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ I write down the expression. I thought ma'am would ask question. I wrote down the expression. I mean, just a small correction. Mistake vannadaayirikkum. Which is the caught mentioned in the passage. Yeah. Okay. അമീനൊക്കെ ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ നേരത്തെ ചിലപ്പോൾ കാണാൻ മുൻകൂട്ടി കാണാൻ സാധിക്കും. ബിക്കോസ് ഷി വാസ് ദെയർ ഇൻ ദ ലാസ്റ്റ് സെഷൻ ഓൾസോ. ഇവിടെ ഉള്ള കുറച്ച് പേരുണ്ട്. ഒരു മറിയം മഹീൻ ഉണ്ട്, അമീനി ഉണ്ട്, സ്വപ്ന സജു ഉണ്ട്, ഒരു ഗൗരി ഉണ്ട്, അല്ലെ? ഇവരൊക്കെ ലാസ്റ്റ് ഇയറും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഇവർക്ക് കുറച്ചും കൂടി ഒരു കൂടുതൽ ഐഡിയ ഉണ്ട്. യാ, സോ ലിസണിങ് സ്കിൽസിന് പ്രാക്ടീസ് ലിസണിങ്. പലരോടും പ്രാക്ടീസ് ലിസണിങ് എന്ന് പറയുന്ന സമയത്ത് അവർ തിരിച്ചു ചോദിക്കുന്നതാണ്, കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ലിസണിങ് അല്ല നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് ഹിയറിംഗ് ആണ്. ഓക്കെ, അത് എബിലിറ്റി ആണ്, സ്കില്ലല്ല. ഹിയറിംഗ് എന്നത് സ്കില്ലല്ല, മറിച്ച് എന്താണ്? എബിലിറ്റി ആണ്. നമ്മൾ ജനിച്ചപ്പോ അല്ലെങ്കിൽ ജന്മന നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള എബിലിറ്റി ആണ് ഹിയറിംഗ് എന്നത്. ഓക്കെ, ലിസണിങ് എന്താണ്? സ്കില്ലാണ്, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കില്ലാണ്. ഫോർ എക്സാമ്പിൾ വിഷൻ, കാഴ്ച എന്നത് എബിലിറ്റി ആണ്. പക്ഷെ ഒബ്സർവേഷൻ, കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് എന്താണ്? സ്കില്ലാണ്. ഓക്കെ, ഡിഫറൻസ് ഉണ്ട്. ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ എബിലിറ്റി ആൻഡ് സ്കിൽ. യാ, സോ ലിസണിങ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് റീഡിങ് എബിലിറ്റി. അതായത് നമുക്ക് പ്രൊനൗൺസിയേഷൻ ഒക്കെ ബെറ്റർ ആക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നതും അല്ലെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സിന്റെയും അല്ലെങ്കിൽ യൂട്യൂബിൽ ടെക്സ്റ്റുകൾ മറ്റുള്ളവർ വായിക്കുന്നത് കേട്ടാൽ മാത്രമാണ് നമ്മളുടെ പ്രൊനൗൺസിയേഷൻ ബെറ്റർ ആക്കാൻ പറ്റുക. എന്റെ പ്രൊനൗൺസിയേഷൻ ഇപ്പോഴും ബെസ്റ്റ് അല്ല. ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ. ഞാൻ ഇപ്പോഴും പ്രൊനൗൺസിയേഷൻ ഇപ്പോഴും ഓരോ വേർഡ്സ് കാണുന്ന സമയത്ത് ഗൂഗിളിൽ അടിച്ചു നോക്കിയൊക്കെ ഞാൻ ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, സോ യു ക്യാൻ പ്രാക്ടീസ്. ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ലിസണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കോൺഷ്യസ്ലി ലിസണിങ് പ്രാക്ടീസ് ചെയ്യുക. അതായത് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലിസണിങ് മെറ്റീരിയൽസ് കേൾക്കുക. വെറുതെ ഇരുന്ന് നമ്മൾ വണ്ടിയിൽ പാട്ട് കേൾക്കുന്നതല്ല ഈ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓഡിയോ ബുക്സ് കേൾക്കാം, പോഡ്കാസ്റ്റുകൾ കേൾക്കാം. ഓക്കെ, എനിത്തിങ്. യാ, ആൻഡ് നെക്സ്റ്റ് ഇസ് റീഡിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീഡിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി റീഡിങ് അലൗഡ് ടുഗെദർ. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ തന്നെ എന്താണ് ടിപ്സ് ഫോർ
എൻഹാൻസിങ് റീഡിംഗോ അല്ലെങ്കിൽ റീഡിംഗ് ആക്ടിവിറ്റീസ് ഫോർ ബിഗിനേഴ്സ്, റീഡിംഗ് ആക്ടിവിറ്റീസ് ഫോർ ഇന്റർമീഡിയറ്റ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വോയിസ് ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവരിങ്ങനെ വായിച്ചു പോകുന്നതിന്റെ കൂടെ തന്നെ ഒപ്പം വായിച്ചു പോകാൻ പറ്റും. അവിടെ എന്താണ് നമ്മളുടെ പ്രൊനൗൺസിയേഷൻ ബെറ്റർ ആവും. അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഉള്ളിടത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് വേണ്ടത്, അതായത് നിർത്തണം, ബ്രേക്ക്. എന്നാൽ കോമ ഉള്ളിടത്ത് ഒരു ഹാഫ് ബ്രേക്ക്, എന്നിങ്ങനെയുള്ള സംഗതികളൊക്കെ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇസ് റീഡ് ഈസി ടെക്സ്റ്റ്. റീഡിങ്, ഇപ്പോ റീഡിംഗ് ഫ്ലുവൻസി കൂട്ടാൻ എന്ത് ടെക്സ്റ്റും വായിക്കാം, പക്ഷെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, വായിക്കുന്നത് മൊത്തമായി മനസ്സിലാക്കണം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ബെറ്റർ ആക്കാൻ വായിക്കുന്ന സമയത്ത് നമ്മളിപ്പോ വോയിസ് എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ? Or is it just for Shahban? Is my voice breaking? No. So Shahban ഒന്ന് റീകണക്ട് ചെയ്ത് നോക്കൂ കേട്ടോ. It's fine from my part. Yeah. Read easy text. കോംപ്രിഹെൻഷന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബേസിക് ലെവൽ ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, കാരണം കംപ്ലീറ്റ് കോംപ്രിഹെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ബേസിക് ലെവൽ ടെക്സ്റ്റുകൾ എല്ലാം കോംപ്രിഹെൻഡ് ചെയ്യുന്ന ഒരു ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ടെക്സ്റ്റുകൾ വായിച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലിസൺ ആൻഡ് റീഡ് സൈമൾട്ടേനിയസ്ലി. ദാറ്റ് ഇസ് നമ്മൾ ഇപ്പൊ ചെയ്ത സംഭവമാണ് അത്. ലിസൺ ആൻഡ് റീഡ് സൈമൾട്ടേനിയസ്ലി. ഞാൻ വായിക്കുന്നത് കേൾക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളോട് ഞാൻ വായിക്കാൻ പറഞ്ഞില്ലേ, അതാണ് ലിസൺ ആൻഡ് റീഡ് സൈമൾട്ടേനിയസ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ യൂസ് എ ടേപ്പ് സ്ക്രിപ്റ്റ്. വളരെ നല്ലൊരു പരിപാടിയാണ്. ഇപ്പൊ അമീന പറഞ്ഞില്ലേ, അത് വായിക്കുന്ന സമയത്ത് ആ കോട്ട് എഴുതിയെടുത്തിരുന്നു, ബിക്കോസ് ഞാനത് ചോദിക്കും എന്ന് വിചാരിച്ചിട്ട്. ടേപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എഴുതിയെടുക്കുന്നത്. ഓക്കെ, അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കോംപ്രിഹെൻഷനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആ ഒരു ലിസൺ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ലിസൺ ചെയ്യുന്നതിന്റെ എക്സാക്ട് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. തിരിച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് സെയിം അർത്ഥം വരുന്ന മറ്റ് സെന്റൻസുകളായിരിക്കില്ലേ. സോ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിം സെന്റൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഒരാൾ പറയുന്നത് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യണം എന്നില്ല, ബട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എഴുതാം. ലിസൺ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ പോയിന്റ് വൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞില്ലായിരുന്നു, പക്ഷേ നേരത്തെ നമ്മൾ വായിച്ച സംഗതി വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് വൈസ് ആയിട്ട് എഴുതാമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡെവലപ്പ് യുവർ വൊക്കാബുലറി. നിങ്ങളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ നന്നാവണമെങ്കിലും ലിസണിംഗ് കോംപ്രിഹെൻഷൻ നന്നാവണമെങ്കിലും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് യുവർ വൊക്കാബുലറി. നമ്മൾക്ക് കൂടുതൽ വാക്കുകൾ അറിയുന്ന സമയത്താണ് ഒരു ടെക്സ്റ്റ് വൃത്തിക്ക് മനസ്സിലാവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡെവലപ്പ് യുവർ വൊക്കാബുലറി. അതുകൊണ്ടാണ് വേർഡ് ഓഫ് ദ ഡേ ആൻഡ് ഇഡിയം ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഡെയിലി തരുന്നതും അത് നിങ്ങളോട് കൂടുതൽ ഫോക്കസ് ചെയ്ത് സെന്റൻസുകൾ എഴുതി പഠിക്കാനും പറയുന്നത്. ഓക്കെ, സോ ദീസ് വർ ജസ്റ്റ് ഫ്യൂ ടിപ്സ്. ഈ ടിപ്സ് ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ലെവലിലുള്ള ആൾക്കാർക്കും അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റും. നമ്മൾ അധികം ആൾക്കാരും വീട്ടിലുള്ളവരും മറ്റു വർക്കിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരുമാണ്. നിങ്ങൾക്ക് ഈ EP മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് സിലബസും പഠിക്കാനുണ്ട്. സോ അതിന്റെ ഇടയിൽ എന്താ പറയാ, ഞാൻ വളരെ കൂലങ്കുഷമായിരുന്നു ആലോചിച്ച് നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ യു നീഡ് ടു പ്രാക്ടീസ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇന്റഗ്രേറ്റഡ് ലാംഗ്വേജ് പ്രാക്ടീസ്. ഒരു സിമിലർ ആക്ടിവിറ്റി. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നിട്ടില്ല, ഞാൻ ഒരു ചെറിയ സംഗതി വായിക്കും, ഒരു 3 പാരഗ്രാഫ്. ഓക്കെ, ലിസൺ ടു ഇറ്റ് കെയർഫുള്ളി. എഴുതേണ്ടവർക്കും നോട്ട് ഡൗൺ ചെയ്യാം, ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും എഴുതണം എന്ന് ഞാൻ നിർബന്ധം പറയില്ല, വേണ്ടവർക്ക് ചെയ്യാം. ഐ വിൽ ആസ്ക് യു ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ ദിസ്. ഓക്കെ, ഓൾറെഡി പറയാണ്, ഞാനിത് വായിച്ചതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കുറച്ച് നമ്മൾ ഇതുവരെ വായിച്ചതിനേക്കാളൊക്കെ ഒരു ഇത്തിരി ഒരു അഡ്വാൻസ്ഡ് ലെവൽ പാരഗ്രാഫ് ഒന്നും ഇതിനെ പറയാൻ പറ്റില്ല, പക്ഷെ ബേസിക്കിനേക്കാൾ ഒരു പടി മുകളിലായിരിക്കും. ഓക്കെ, സോ പ്ലീസ് ഡു ലിസൺ കെയർഫുള്ളി. കുറെ ആൾക്കാർ പറഞ്ഞാൽ മാത്രമായിരിക്കും ഞാനിത് സെക്കൻഡ് ടൈം വായിക്കുക കേട്ടോ. ഓക്കെ, ബിക്കോസ് നമ്മൾ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള. So I'm starting. We know that human language is far more complex than that of even our nearest and most intelligent relatives like chimpanzees. We can express complex thoughts, convey subtle emotions, and communicate about abstract concepts such as past and future. And we do this following a set of structural rules known as grammar. Do only humans use an innate system of rules to govern the order of words?
Perhaps not. As some research may suggest, dolphins share this capability because they are able to recognize when these rules are broken. If we want to know where our capability for complex language came from, we need to look at how our brains are different from other animals. This relates to more than just brain size. It is important what other things our brain can do and when and why they evolved that way. And for this, there are very few physical clues. Artifacts left by our ancestors don't tell us what speech they were capable of making. One thing we can see in the remains of early humans, however, is the development of the mouth, throat, and tongue. By about 1 lakh years ago, humans had evolved the ability to create complex sounds. Before that, evolutionary biologists can only guess whether or not early humans communicated using more basic sounds. കഴിഞ്ഞു. Was it difficult? Process ചെയ്യാൻ കുറച്ച് difficult ആയിരുന്നോ? Or was it an easy piece? എന്താണ് easy, moderate, difficult? Little bit difficult ആയിരുന്നു അല്ലേ? Okay. Should I read it again? Okay. കുറച്ച് പേർക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നു, കുറച്ച് പേർക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നു. So considering that, I'll read it once again. ശ്രദ്ധിക്കുക, ആവശ്യമുള്ള I'll be asking questions regarding this. So വേണ്ടവര് points നോട്ട് ചെയ്യാം. Okay. നെറ്റ്വർക്ക് സ്ലോ ആയിട്ടുള്ളവർ ഒരു ബെറ്റർ ഏരിയയിലേക്ക് മാറാൻ നോക്കുക, അല്ലെങ്കിൽ try reconnect. Okay. So I'll begin again. We know that human language is far more complex than that of even our nearest and most intelligent relatives like chimpanzee. We can express complex thoughts, convey subtle emotions, and communicate about abstract concepts such as past and future. And we do this following a set of structural rules known as grammar. Do only humans use an innate system of rules to govern the order of words? Perhaps not. As some research may suggest, dolphins share this capability because they are able to recognize when these rules are broken. If we want to know where our capability for complex language came from, we need to look at how our brains are different from other animals. This relates to more than just the brain size. It is important what other things our brain can do and when and why they evolved that way. And for this, there are very few physical clues, like the artifacts left by our ancestors don't tell us what speech they were capable of making. One thing we can see in the remains of early humans, however, is the development of the mouth, throat, and tongue. By about 1 lakh years ago, humans had evolved the ability to create complex sounds. Before that, evolutionary biologists can only guess whether or not early humans communicated using more basic sounds. Okay, shall we move on to a few questions? Options ഉണ്ടാവില്ല. Okay. Can you all please give a caption for this piece? ഞാനിപ്പോ വായിച്ച ഈ ഒരു പീസിന് ഒരു ക്യാപ്ഷൻ നൽകുക. Give a title or a caption for it. Very good, Fahad. Complexity of human language. Very good caption. Communication. Acceptable. Yeah. The origin of speech. Good. Unique language of human. Okay. Very good, Tina. Very good, Midlaj. Okay. Moving on to next question. Fill in the blanks are. Human language is far more complex than that of our nearest and most intelligent relatives like dash. Very good. Very good. Chimpanzee. Very good. Okay. And there was a sentence that humans follow a set of structural rules known as dash. Oh, Amina has given a very big caption. Complexity of human language and its evolutionary differences from animal communication. The caption is quite good. Our caption, പക്ഷെ captions എപ്പോഴും ഇത്ര long ആവില്ല.
Okay, it's always good to keep the captions short. പക്ഷെ ഇത് തെറ്റ് പറയാൻ പറ്റില്ല. It's a good caption. ഇപ്പോ ഇതിന് ഈ പറഞ്ഞ കംപ്ലീറ്റ് ടെക്സ്റ്റിനെ ഒറ്റ സെന്റൻസിൽ സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞാൽ this is the best sentence you can ever give. Okay, so the complexity of human language and its evolutionary differences from animal communication. Yeah, it's acceptable. നമ്മളൊരു research point of view like ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ this caption is acceptable. Good, Amin. Grammar. Okay, very good, very good. Almost everyone got the answer. Okay. What is the only thing that evolutionary biologists can guess? What is the only thing that evolutionary biologists can only guess about the early human communication? Yes, yes, yes. Very good, Tina. Yes, very good, Shirley. Very good. അതായത് ആ ഒരു സെന്റൻസ് എങ്ങനെയായിരുന്നു? Evolutionary biologists can only guess whether or not early humans communicated using more basic sounds. Very good. Okay, which is another species that do have a set of rules like we humans follow? Very good, dolphins. I started getting answers even before I complete the question. Very happy. Okay. Okay, I use the word artifacts in the passage. Can someone tell me what is the meaning of the word artifact? Or what is conveyed by using the word artifact? Very good. Archaeological remains in artifacts in the party. Very good. Very good, Midlaj. Okay. So that was quite interesting. Okay. No worries. Okay. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ടഫ് സാധനം ഇടയിൽ ഇട്ടത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ബേസിക്സ് വെച്ച് മാത്രം കളിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് അടിപൊളിയായി പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനത്തെ തോന്നലൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ തോന്നലിനെ ചെറുതായിട്ടൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത്തിരി ഡിഫിക്കൽട്ട് ആയ സംഗതി നമ്മൾ നോക്കിയത് കേട്ടോ. ഓക്കെ, സോ നൗ ടോക്കിംഗ് അബൌട്ട് അസസ്മെന്റ് പ്രിപ്പറേഷൻ. നമ്മൾ നമ്മുടെ 30 days ഫൗണ്ടേഷൻ കോഴ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. So by today we've completed our foundation course. From tomorrow onwards we are stepping into development phase. Okay, so നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്ത എല്ലാ വീക്ക്ലി ക്വിസുകളും വീക്ക്ലി അസസ്മെന്റ്സും 20 ക്വസ്റ്റൻ ആയിരുന്നില്ലേ? ഇത് നമ്മളുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള അസസ്മെന്റ് ആയതുകൊണ്ട് തന്നെ you have 40 questions in total. Okay, and the time limit is 80 minutes. അതായത് for each question 2 minutes. So ഈ ടൈം നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് 2 minutes വേണ്ടി വരില്ല. ബട്ട് കമ്മിങ് ടു ദി എൻഡ് നിങ്ങൾക്ക് പാസേജ് വായിച്ചാൽ അതൊന്ന് ആൻസർ ചെയ്യാനുണ്ട്. ദാറ്റ് യു മൈ നീഡ് മോർ ദാൻ 2 minutes. സോ നിങ്ങളെ ടൈം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓരോ ക്വസ്റ്റിനും നിങ്ങൾ ആൻസർ കിട്ടിയാലും വെറുതെ 2 minutes വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. ഓക്കെ, ആൻഡ് പ്ലീസ് ഡു റീഡ് ദ ക്വസ്റ്റ്യൻ ട്വൈസ് ബിഫോർ ആൻസറിങ്. ഓക്കെ, കാരണം നമ്മൾ എന്തെങ്കിലും ഒരു വാട്ട് ഇസ് not apt here എന്തെങ്കിലും നോട്ട് അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് മിസ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. സോ റീഡ് ദ ക്വസ്റ്റ്യൻ ആസ് വെൽ ആസ് ദി ഓപ്ഷൻസ് ട്വൈസ്. ഓക്കെ, ഡോണ്ട് ബി ഓവർ കോൺഫിഡൻറ്റ്. നമുക്ക് 80 minutes ഇസ് ടു മച്ച് ആക്ച്വലി. ഈ ഒരു 40 questions ആക്ച്വലി ഒരു 40 minutes തന്നെ തീർക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ യു ഗോട്ട് ആംപിൾ ടൈം. ആരും റഷ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ആൻഡ് another thing what you have to look into is if you feel stuck on any question, move on to next question and come back later. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് പോയാൽ അത് വീണ്ടും വന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലേ? ജസ്റ്റ് കൺഫേമിങ്, നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ കിട്ടാറില്ലേ? യെസ്. സോ ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയാൽ വീണ്ടും ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യാണ്ട് മേ ബി നമ്മൾ ഫെർദർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഇതിനുള്ള ഉത്തരം കിട്ടിയേക്കാം. ഓക്കെ, സോ ഈ എക്സാം എന്നല്ല, നമുക്ക് തിരിച്ചു വരാൻ ഓപ്ഷനുള്ള ഏതൊരു എക്സാമിലും, ഇപ്പൊ നെറ്റ് പോലത്തെ എക്സാംസിലൊക്കെ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഒരുവിധം എല്ലാ കമ്പ്യൂട്ടറൈസ്ഡ് കോമ്പറ്റേറ്റീവ് എക്സാംസിലും നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഒരുപാട് സമയം അവിടെ കളയാതെ ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. എന്നിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ആൻഡ് കം ബാക്ക് ഇൻ ദ എൻഡ്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് എ ടഫ് അസസ്മെന്റ്. ജസ്റ്റ് 40 questions ഉള്ളത് കൊണ്ടും നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്നതായതുകൊണ്ട് ഈ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുണ്ടോ ഇല്ലയോ, ഡു യു നീഡ് ടു സെറ്റ് മോർ ഓൺ ഫൗണ്ടേഷൻ എന്നുള്ളൊരു ഐഡിയ ഇന്നത്തെ അസസ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, okay, I need previous class. Where will I get it? This is my first class. Please tell me, ma'am, in your
learning app, there is a folder called English Enrichment Program. Okay, you'll get all the previous classes, all the previous tasks, everything there. Okay, clear ayo? Lijit and Shaheen, നിങ്ങളുടെ ലേണിംഗ് ആപ്പിൽ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അഥവാ EEP എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ട് കേട്ടോ. അതൊന്ന് റെഫർ ചെയ്യണേ. ഓക്കെ, യു വിൽ ഗെറ്റ് എവറിത്തിങ് there. ഓക്കെ, ഇന്നിപ്പോ ക്വിസ് രജിസ്റ്റർ 2 or 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓപ്ഷൻസ് ഇല്ല. യൂസ് ദ വേർഡ് അറ്റ്യൂൺ ഇൻ എ സെന്റൻസ്. നിങ്ങളുടെ എന്നത്തെയോ ഒരു വേർഡ് ഓഫ് ദ ഡേ ആണിത്. ക്വിക്ക് ആയിട്ട് യൂസ് ദ വേർഡ് അറ്റ്യൂൺ ഇൻ എ സെന്റൻസ്. Question clear alle? Options illa question. Question is use the word students are not attuned to make decision. Okay, very good. Very good sentence, Midlaj. I attune of noise from the city as I lived here for 2 years. I attune of noise. No, that's not a proper sentence. Please retry, Fatima. Passengers are well attuned to local areas. Okay, good one. It took some time for the new employee to attune to the company's unique work environment. Shiny new student ആണോ? Yes, okay. ഷൈനി, അറ്റ്യൂൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തോട് നമ്മൾ കൂടുതൽ അവെയർ ആവുക, അല്ലെങ്കിൽ ഒരു പുതിയ സിറ്റുവേഷനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിനെയാണ് അറ്റ്യൂൺഡ്. ഐ എം നോട്ട് അറ്റ്യൂൺഡ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതുമായി യൂസ്ഡ് ആയിട്ടില്ല. ഐ ആം നോട്ട് അറ്റ്യൂൺഡ് വിത്ത് മൈ കൊലീഗ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പുതിയ കൊലീഗ്സുമായി അത്ര സെറ്റ് ആയിട്ടില്ല എന്ന് പറയില്ല, അറ്റ്യൂൺഡ് ആയിട്ടില്ല. ഓക്കെ, മൈ എംപ്ലോയീസ് ആർ അറ്റ്യൂൺഡ് ടു ദ, ഒരു ആർക്കെ ബൈജു അവിടെ ഒരു ടു മിസ്സിംഗ് ഉണ്ട് കേട്ടോ, ടു ദ കമ്പനി പോളിസീസ്. I attuned alla, I am attuned. Just be I am വേണം ട്ടോ. I am attuned with online classes. The interest of East and West are now closely attuned. Okay. We must attune. No, we must attune from illegal activities or a right sentence allallo. Okay. We must be attuned of illegal activities എന്ന് പറയാം. അതായത് അവയർനെസ്സിന് നമ്മൾക്ക് അറ്റ്യൂൺ എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, വി മസ്റ്റ് ബി അറ്റ്യൂൺഡ് ഓഫ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം. വി മസ്റ്റ് അറ്റ്യൂൺ ഫ്രം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കറക്റ്റ് അല്ല കേട്ടോ. ടീന, പ്ലീസ് ഡു കറക്റ്റ് ഇറ്റ്. ആഫിയ, അത് ഗൂഗിൾ കോപ്പി പേസ്റ്റ് ആണല്ലോ. സ്റ്റുഡൻസ് ആർ നോട്ട് അറ്റ്യൂൺ ടു മേക്ക് ഡിസിഷൻ. നമ്മൾ ഗൂഗിളിൽ വേർഡ് അടിക്കുമ്പോൾ നേരെ വരുന്ന എക്സാമ്പിൾ സെന്റൻസ് ആണത്. If you are bad, I am your dad. ഇതൊക്കെ ഞാൻ മുമ്പേ നോക്കി വെച്ചതാണ്. So please don't do. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, I will not entertain and encourage copy paste. അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ ഗൂഗിളും ചാറ്റ് ജിപിടിയും റെഫർ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ കുറെയൊക്കെ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ എനിക്ക് അത്യാവശ്യം വേഗം മനസ്സിലാവും. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങളുടെ അടുത്തുള്ള ഒരു നമ്മൾ തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി, ഒരു ട്രസ്റ്റിംഗ് ഒരു സാധനം ഉണ്ടല്ലോ. കുറച്ചു പേര് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? ആരെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള സെന്റൻസുകളൊക്കെ ഇടുമ്പോൾ എനിക്ക് തോന്നി തുടങ്ങും, ഇത്ര അടിപൊളിയായ സെന്റൻസ് ഇനി ചാറ്റ് GPT ആയിരിക്കും എന്ന് എനിക്ക് തോന്നി തുടങ്ങും. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഐ എം നോട്ട് അറ്റ്യൂൺഡ് വിത്ത് ദീസ് ക്ലാസ്. യെസ്, കറക്റ്റ് ആണ് ഷൈനി. അത് ശരിക്കും പറഞ്ഞതാണ്, ഈ ക്ലാസ് ആയിട്ട് അഡാപ്റ്റ് ആയിട്ടില്ല എന്നുള്ളത്. The new student has to attune. Yes, ഒരു പുതിയ സ്റ്റുഡന്റ് വരുമ്പോൾ അറ്റ്യൂൺ ആവേണ്ടതുണ്ട്. I am attuned to new adaptation actually ഒരു വെർബോസിറ്റി ആണ്. കാരണം അറ്റ്യൂൺഡ് എന്നതിന് ഒരു അഡാപ്റ്റ് ചെയ്യാന്നുള്ള മീനിങ് ആണ്. I am attuned to new environment എന്ന് പറയാം. I am attuned to new adaptation പറയില്ല. കാരണം attuned and adaptation share the same meaning, almost similar meaning ആണ്. Okay, so we are done with it. I don't want any more sentences. Let's move on to next question. Okay, good sentence, Lenu. Okay, with that we are done with our first question. Second question, if she, വെരി ഗുഡ്. അതിന്റെ ഇടയിൽ ഒരു ഗോ വന്നിട്ടുണ്ട്. ഗോ അല്ലാട്ടോ, ഷീ ആണ്. ഇഫ് ഐ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഗോ വരും. ഓക്കെ, ആൻഡ് എന്തെങ്കിലും ഐ യു അല്ലെങ്കിൽ ഇഫ് യു ഗോ ടു ദ സ്റ്റോർ, ഇഫ് ഐ ഗോ ടു ദ സ്റ്റോർ, ഇഫ് ദേ ഗോ ടു ദ സ്റ്റോർ. പക്ഷെ ഇവിടെ ഷീ സിംഗുലർ ആണ്. ഷീ, ഹി, ഇറ്റ് എല്ലാം അതിന്റെയൊക്കെ കൂടെ ഗോസ് ആണ് വരിക. ഓക്കെ, യാ, ഡൺ. ഓക്കെ, ഇനി നിങ്ങൾ നാളെ തൊട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതുവരെ കഴിഞ്ഞ പോലെയല്ല, പേടിപ്പിക്കല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഐഡിയ തരാണ്.
നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തത് വളരെ ഈസി ആയിരുന്നു അല്ലെ? നിങ്ങൾക്ക് ആർക്കും വളരെ പുതുതായിട്ടൊന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇനി വരാൻ പോകുന്നതും അത്ര പുതുതായിട്ടുള്ള സംഗതികളൊന്നുമല്ല. പക്ഷേ നമ്മൾ ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഡെവലപ്മെന്റ് ഫേസിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഓക്കെ, ഭയങ്കര ഹൈ ലെവൽ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഒന്നും അല്ല. എന്നാലും കുറച്ചും കൂടെ എന്താണ് കണ്ടീഷണൽ സെന്റൻസുകൾ, കോംപ്ലക്സ് സെന്റൻസുകൾ ഇച്ചിരി കൂടി ഒരു നെക്സ്റ്റ് വേർഷനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, ആൻഡ് നാളെ തൊട്ടുള്ള ആക്ടിവിറ്റീസിൽ യു വിൽ ഹാവ് അഡീഷണൽ പ്രാക്ടീസ്. അതായത് നിങ്ങളുടെ ലെസൺ ഇത്രയും ദിവസം വേർഡ് ഓഫ് ദി ഡേ, ഇഡിയം ഓഫ് ദി ഡേ, അതോടെ എൻഡ് ആയില്ലേ. നാളെ തൊട്ടുള്ള സെഷൻസിൽ നിങ്ങൾക്ക് അഡീഷണൽ പ്രാക്ടീസ് എന്നുള്ളൊരു സംഗതി കൂടി ഉണ്ട്. അത് നിങ്ങളുടെ നോർമൽ എക്സസൈസിന് പുറമേ ഉള്ളതാണ്. സോ ഇത് നോർമൽ എക്സസൈസ് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. അഡീഷണൽ പ്രാക്ടീസ് എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് പോലെയാണ്. ഞാൻ പറയുമ്പോൾ നിർബന്ധമായും ചെയ്യണമെന്നേ പറയുള്ളൂ. പക്ഷെ സമയം ഉള്ള എല്ലാവരും തന്നെ അത് ചെയ്യണം. അഡീഷണൽ പ്രാക്ടീസും വല്ലാണ്ട് ടൈം എടുക്കുന്ന സംഗതിയൊന്നും അല്ല. 10 minutes കൊടുത്താൽ മതി. ഓക്കെ, സോ നമ്മൾ ഡെവലപ്മെന്റ് ഫേസിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഒരു ഡെയിലി ഇപ്പൊ കൊടുത്തിരുന്നതിനേക്കാൾ ഒരു 10 minutes എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് നാളെ തൊട്ടുള്ള കിട്ടുമ്പോൾ മനസ്സിലാവും. അഡീഷണൽ പ്രാക്ടീസിൽ അധിക ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റീഡിങ് അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ടാസ്ക് ആണ് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ പഠിച്ച് ഓരോ ദിവസം പഠിക്കുന്ന ലെസണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഡീഷണൽ പ്രാക്ടീസ് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അത് നിങ്ങളുടെ എക്സസൈസിന് പുറമേ ഉള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ ലെസൺ സ്ക്രോൾ ചെയ്യുക, വേർഡ് ഓഫ് ദി ഡേയും ഇഡിയം ഓഫ് ദി ഡേയും കൊടുത്തതിന് ശേഷമാണ് അതുള്ളത്. മിസ് ഔട്ട് ആയി പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ നമ്മൾ ഇനി അഡ്വാൻസ്ഡ് ഒരു ഡെവലപ്മെന്റ് ഫേസിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ ഫൗണ്ടേഷൻസ് മറക്കരുത് കേട്ടോ. അത് മറക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്തിലെങ്കിലൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ റിവേർട്ട്. നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ എല്ലാ ടാസ്കുകളും ലെസൺസും ത്രൂ ഔട്ട് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഈ 150 ഡേയ്സും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഹാവ് എ റീചെക്ക്. ഓക്കെ, ആൻഡ് നമ്മുടെ ഈ ഒരു ബേസിക് സ്ഥാനത്ത് ഒരു അഡ്വാൻസ്ഡ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ടാസ്കുകൾ ഉൾക്കൊള്ളാൻ നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആവുക. ഓക്കെ, ആൻഡ് ഇത്രയും ദിവസം പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ സെറ്റിംഗ്. ഇത്രയും ദിവസം നമ്മൾ ഒരു പ്രൊഫഷണൽ സെറ്റിംഗിന്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇംഗ്ലീഷ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഇനി വരുന്ന ഡെവലപ്മെന്റ് ഫേസിലായിരിക്കും നമ്മൾ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആൻഡ് അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ടുള്ള സംഗതികൾ നോക്കുന്നത്. കുറച്ചും കൂടെ പുതിയ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ടിവിറ്റീസും എക്സ്റ്റെൻഡഡ് റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ നോക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ തന്നതാണ്. ഓക്കെ, സോ എല്ലാവരും ഇത്രയും ദിവസം ഇപിക്ക് സ്പെൻഡ് ചെയ്തിരുന്ന ടൈമിന്റെ കൂടെ ഒരു എക്സ്ട്രാ 10 to 15 minutes കൂടെ കണ്ടെത്തേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇനി ഡൗട്ട്സ് ഈ ഒരു വീക്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടോ? ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. If yes, please do ask quickly. 9 o'clock കഴിഞ്ഞിട്ട്. ലാസ്റ്റ് പോയിന്റ് നോട്ട് ക്ലിയർ. ഇതിലെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണോ? അതായത് നമ്മളിപ്പോ ഡെവലപ്മെന്റ് ഫേസ് കഴിഞ്ഞു. ലജിത്തും ഷഹീമും ഒക്കെ പുതിയ ആൾക്കാരാണ്. നമ്മൾ 30 days ഓൾറെഡി കഴിഞ്ഞു. ഈ 30 days നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള സിംഗുലർ, പ്ലൂറൽ, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ളതാണ് നോക്കിയത്. പക്ഷെ നാളെ തൊട്ട് നമുക്ക് ഇങ്ങനെയാണ് 1 to 30 ഫൗണ്ടേഷൻ കോഴ്സും 30 to 60 ഒരു ഡെവലപ്മെന്റ് ഫേസ്. സെയിം കോഴ്സ് തന്നെ, ജസ്റ്റ് അതിന്റെ ഫേസസ് മാറുന്നേ ഉള്ളൂ. അതായത് ഒരു കുട്ടി ജനിക്കുന്നു, ഇൻഫന്റ് ആവുന്നു, പിന്നെ ചൈൽഡ് ആവുന്നു, അങ്ങനെ ആ ഒരു പ്രോസസ് അത്രയും തന്നെയുള്ളൂ. ഓക്കെ, സോ നാളെ തൊട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ലെവൽ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസും റൈറ്റിംഗ് ടാസ്കും ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ മാം, ഇപിയിൽ ഏത് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമുക്ക് ആകെ 4 ലൈവ് സെഷൻസേ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ഇതാണ് 4ാമത്തെ ലൈവ് സെഷൻ. സോ യു വിൽ ഹാവ് ഓൺലി 3 previous സെഷൻസ് ടു വാച്ച്. ഓക്കെ, സമയമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കണ്ടാൽ മതി. എല്ലാം വളരെ ബേസിക്സ് ആണ്. ഈ വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ നിങ്ങളുടെ ടാസ്കുകൾ PDF-ന്റെ ഡെയിലി ലെസൺസ് ഉണ്ട്, അത് കവർ ചെയ്താലും മതി. ഓക്കെ, നോ പ്രോബ്ലംസ്. അതൊക്കെ റെക്കോർഡഡ് ആണോ കഴിഞ്ഞ ക്ലാസ്? യെസ്, ഓൾ ക്ലാസ്സസ് ആർ റെക്കോർഡഡ്. ബാക്കി ക്ലാസ്സസ് ഒക്കെ വോയിസ് ആണോ? നോ. നിങ്ങൾക്ക് ഡെയിലി ടാസ്കിന്റെ കൂടെ എൻ്റെ ഒരു വോയിസും കിട്ടും. അതുപോലെ വീക്ക്ലി വൺസ്, യൂഷ്വലി നമുക്ക് എല്ലാ തേഴ്സ്ഡേയ്സും ആയിരിക്കും ലൈവ് സെഷൻ വരിക. ഇന്നിപ്പോ ഒന്ന് ഫ്രൈഡേ ആയിപ്പോയതാണ് ഡ്യൂ ടു സം ടെക്നിക്കൽ ഇഷ്യൂസ്. ഓക്കെ, എല്ലാ തേഴ്സ്ഡേയ്സും ആയിരിക്കും നമുക്ക് സെഷൻ വരിക. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം കൂടെ, എന്റെ വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല. അതായത് ഡെയിലി ടാസ്കിന്റെ കൂടെ കിട്ടുന്ന വോയിസ് ഓക്കെ അല്ലേ? അതിൽ ഞാൻ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതുണ്ടോ? ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, യാ. So again, as usual, I'm telling practice daily because practice makes a man perfect. And നമ്മൾ ഫൗണ്ടേഷൻ ഫേസ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഫൗണ്ടേഷൻ ഇതിൽ പഠിച്ച വൊക്കാബുലറി ആവട്ടെ, ഇഡിയംസ് ആവട്ടെ, ടെൻസുകൾ ആവട്ടെ, ഇതെല്ലാം നിങ്ങൾ ഈ ഒരു ഇപിക്ക് വേണ്ടി അല്ലാതെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയിപ്പോ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തവര് സ്വന്തമായി ചാൻസ് ഉണ്ടാക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുകയോ
നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി, നിങ്ങൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്ന മറ്റു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഡെയിലി 10 to 15 minutes ഇംഗ്ലീഷ് ഓൺലി. നമ്മൾ മുമ്പ് മധുരം മലയാളം എന്നൊക്കെ പറഞ്ഞ മലയാളം മാത്രം സംസാരിച്ച് അങ്ങനെ കളിക്കില്ലേ, അതേപോലെ ഇംഗ്ലീഷ് മാത്രം ഒരു ഡെയിലി 10 minutes. ഐ എം നോട്ട് ആസ്കിങ് ഫോർ മോർ. 24 മണിക്കൂറുണ്ട്. ഓക്കെ, ഓരോ മണിക്കൂറും 60 മിനിറ്റ് ഉണ്ട്. അതിലൊരു 10 മിനിറ്റ് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, So yeah, and just a gentle reminder, complete all assigned tasks and prepare for next week's challenges. So we'll be beginning our next phase tomorrow. Yes, and happy Onam everyone. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. അതോടൊപ്പം എന്താ പറയാ, നമ്മൾ വയനാട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കുക. എന്താണ്, ഒരു സൈഡിൽ നമ്മുടെ സിബ്ലിങ്സ്, ഐ മീൻ നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്താ നോട്ട് ഇൻ ഒരു ഗുഡ് സ്റ്റേജ് ആവുന്ന സമയത്ത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാം. ബട്ട് എന്താ പറയാ, അമിതമായാൽ എല്ലാം ബാഡ് അല്ലേ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് റിമൈൻഡിങ്. ഹാപ്പി ഓണം ടു യു ഓൾ. ആൻഡ് ഓണ തിരക്കുകൾക്കിടയിലും ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ ഐ എം വെരി ഹാപ്പി. താങ്ക് യു. യു മേ ഓൾ ലീവ്.